നമ്മളിന്ന് ലെൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യനാണ് സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണ്. അതായത് എഫ് എന്ന് പറയുന്ന വാല്യൂ 20 ആണ്. എഫ് എന്ന് പറയുന്ന വാല്യൂ 20 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും, പ്രകാശിക കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെൻറ്റർ, അതായത് ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പ്രകാശിക അക്ഷത്തിൽ, പ്രകാശിക അക്ഷം എന്ന് പറഞ്ഞതാണ് ഈ ഒപ്റ്റിക്കൽ ആക്സിസ്, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പ്രകാശിക അക്ഷത്തിൽ 60 സെൻറ്റിമീറ്റർ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്നും 60 സെൻറ്റിമീറ്റർ അകലെയായിട്ട് ഒരു ഉയരം, ഒരു 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് കണ്ടീഷൻ. നമ്മൾ എന്ത് ചെയ്തു, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട് ഇവിടെ. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെയാണ് നമ്മളെ ഫോക്കസ്, ഇങ്ങോട്ടേക്കാണ് ഫോക്കസ് വരുന്നില്ലേ. അപ്പോൾ ഈ ഒരു ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ പറയുന്നതാണ് പ്രകാശിക കേന്ദ്രം, ഈ സെൻറ്റർ, ഈ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും ഇതിൻ്റെ പ്രകാശിക അക്ഷത്തിൽ എന്ത് ചെയ്യാണ്, ഒരു 60 സെൻറ്റിമീറ്റർ അകലെ, ഇവിടെ എന്താണ് 60 സെൻറ്റിമീറ്റർ ആണ്, ഇത്രയും ദൂരം, ഈ 60 സെൻറ്റിമീറ്റർ അകലെയായിട്ട് എന്തുണ്ട്, ഒരു വസ്തു വെച്ചിട്ടുണ്ട്. 60 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, യു ആണ് വാല്യൂ അല്ലേ. 60 സെൻറ്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ വസ്തുവിൻ്റെ ഉയരം തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യണം, ഈ വസ്തുവിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടേക്ക് എത്രയാണ് ഉണ്ടാവുക എന്നുള്ളതും ഇതിൻ്റെ മാഗ്നിഫിക്കേഷനും ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യണം, വസ്തുവിൻ്റെ ഉയരമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഒരു തന്ന ഡേറ്റാസിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. അതിന് മുകളിൽ സൈനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, വാല്യൂസ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ലൈറ്റ് സോഴ്സും കൊണ്ട് വരുന്ന രീതി നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലൈറ്റ് സോഴ്സ് പോകുന്ന രീതി നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ എന്താ പറയുക എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ഫോക്കൽ ലെങ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോക്കൽ ലെങ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലൈറ്റ് സോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് വരച്ച് കൊടുക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടതുണ്ട്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിന് ബാക്കിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. കാരണം ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ലൈറ്റ് സോഴ്സ് പോകുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നതാണ് ഈ ഒപ്റ്റിക് സെൻറ്റർ എന്നാണ്, എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ്. ഈ ഒപ്റ്റിക് സെൻറ്റർ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ഇവിടെ വരെ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ എന്താ, ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഏരോ മാർക്ക് നേരെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഏരോ മാർക്ക് ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇത് ഇത്ര വാല്യൂ കിട്ടുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വാല്യൂ വരുന്നത്. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് എന്ന വാല്യൂ എന്താണ്, 20 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമുക്ക് എന്താണ്, ഈ ഫോക്കൽ ലെങ്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ ഏരോ മാർക്ക് ഇങ്ങനെയല്ല ഉണ്ടാവുക. അതായത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഫോക്കൽ ലെങ്ത് വരെ, അപ്പോൾ രണ്ട് ഏരോ മാർക്കും സെയിം ഡിറക്ഷനിലാണ്. അപ്പോൾ ഈ എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലോ, ഇവിടം വരെ എന്താണ് 60 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെയാണല്ലോ നമ്മൾ ഏരോ മാർക്ക് ഉണ്ടാവുക. അതായത് ഇത് രണ്ടും എന്താണ്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലല്ലേ ഉള്ളത്. അപ്പോൾ ഈ ഒരു വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതായത് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടം വരെ ഉള്ളതാണ്. ആ ഒരു വാല്യൂ എന്താണ്, പോസിറ്റീവ്. എഫ് എന്തായിരിക്കും, +20 ആയിരിക്കും. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിലോ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ളതാണ്. ആ ഒരു വാല്യൂ യു എന്ന് പറയുന്നത് എത്രയായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക, -60 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എച്ച് സിക്കിൽ എത്രയാണ്, 3 സെൻറ്റിമീറ്റർ ആണ്. ഇത് ആക്സിന് മുകളിലേക്കാണുള്ളത്. മുകളിലേക്കാണെങ്കിൽ ആ ഒരു വാല്യൂ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും ഉണ്ടാവുക. ആ വാല്യൂ പ്ലസ് ആയിരിക്കും, അതായത് +3 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ വാല്യൂസ് ഉണ്ടാവുക. ഇനി നമുക്ക് എന്താണ്, ലെൻസ് ഇക്വേഷൻ മുകളിൽ അപ്ലൈ ചെയ്യാം. ലെൻസ് ഇക്വേഷൻ 1/f = 1/v - 1/u ആണ്. നമുക്ക് ഫസ്റ്റ് ഫാക്ട് നമുക്ക് എന്ത് ചെയ്യണം, v കാൽക്കുലേറ്റ് ചെയ്യണം. v കാൽക്കുലേറ്റ് നമുക്ക് എന്ത് ചെയ്യണം, 1/v നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം. ഈ -1/u ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്തെങ്കിലും പ്ലസ് ആയിട്ട് മാറും. 1/f = 1/u = 1/v എന്ന് കിട്ടും. അതായത് ഈ -u ഇങ്ങോട്ട് പോയപ്പോൾ പ്ലസ് ആയിട്ട് മാറി. ഇനി വാല്യൂസ് കൊടുത്താൽ മതി. ഇവിടെ ഫോക്കൽ ലെങ്ത് +20 ആണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് -60 ആണ്. അപ്പോൾ 1/+20 + 1/-60 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × -60 -60 +20 × 1 +20 / -60 × +20. ഈ ഒരു വാല്യൂ എന്ത് ചെയ്യുക, ഇവിടെ